വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി അനിൽകുമാറും ചേരുന്നു. ഡോക്ടർ അനിൽകുമാർ, വീണ്ടും ആക്രമണം, പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയ സമയത്ത് ജനൻ ഡിബേറ്റിൽ നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പോഴിതാ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെയുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. തിരിച്ചടിയുണ്ട്, ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട് ഭാരതം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. പക്ഷേ എങ്കിലും കുറേ കൂടി ഈ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ അനിൽ നമ്പ്യാർ ഇപ്പോൾ നടത്തിയ ചർച്ചയും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയായിരുന്നു. ഞാനത് കേൾക്കുകയായിരുന്നു. ഇപ്പോൾ ആ പറഞ്ഞ നിരീക്ഷണങ്ങളൊക്കെ 100% ശരിയാണ്. കാരണം നമ്മൾ ഒരു രാജ്യത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. പാകിസ്ഥാനെയും നമുക്ക് അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ധാരാളം സഹായങ്ങൾ, എനിക്ക് തോന്നുന്നത് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഡ്രോണിന്റെ രൂപത്തിൽ കിട്ടിയതായിട്ട് തന്നെയുള്ള വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടൊരു വാർത്ത തന്നെയാണ്. എന്താണ് അവർക്ക് കിട്ടിയതെന്ന് നമുക്കറിയില്ല എങ്കിൽ അവർക്ക് ചില സഹായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഈ പാകിസ്ഥാൻ നിരന്തരമായി നമ്മളെ ഇപ്പം സംശയത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴുള്ള നിരന്തരമായി വരുന്ന ഈ ഡ്രോണിന്റെ ആക്രമണം തന്നെയാണ്. നമ്മൾ അതിന് ഇന്നലെ ശക്തമായ മറുപടി കൊടുത്തതാണ്. എങ്കിൽ അതൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ അവര് നിരന്തരമായി ഒരു ഗ്രൂപ്പ് എന്ന പോലെ അവര് ഡ്രോൺ തുടർച്ചയായി വിടുകയാണ്. അപ്പോൾ ഇതൊരു പരീക്ഷണം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് വളരെ വലിയ ശ്രമമൊന്നും നടത്തേണ്ടെന്ന് ആവശ്യമില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കപ്പാസിറ്റി ഇളക്കാൻ തന്നെയുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ പലതും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു മിനിമം യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു മാക്സിമം യൂട്ടിലിറ്റി ഉള്ളതിനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം സാധനം ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുക. ഇങ്ങനൊരു മെക്കാനിസം ഉണ്ട്. അപ്പൊ ആ തരത്തിൽ ചെയ്യേണ്ടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ത്യ അവലംബിക്കേണ്ടത്. ഇന്ത്യ അങ്ങനെയാണ് അവലംബിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇത് ചിലപ്പോ ഒരുപക്ഷെ 1, 2, 3 ദിവസം കൂടി ഇത് തുടർന്നേക്കാം. പക്ഷെ എങ്കിലും ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരല്പം മുമ്പ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ ഇങ്ങനെ ഒരു രീതിയിൽ അധികം മുന്നോട്ട് പോകാനാവില്ല. ശക്തമായ തിരിച്ചടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും നമ്മൾ കരുതുന്ന പോലെ ഒരു ശക്തമായ, നമ്മൾ ഇന്നലെയൊക്കെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ നേവൽ ബേസിൽ നിന്ന് ആക്രമണം തുടങ്ങി, അല്ലെങ്കിൽ INS വിക്രാന്തിൽ നിന്ന് ആക്രമണം തുടങ്ങി എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ശക്തമായ തിരിച്ചടിക്ക് വേണ്ടിയുള്ള സന്നാഹവും തയ്യാറെടുപ്പുകളും ഉണ്ടെങ്കിലും നമ്മളും ഒരല്പം അവരെ നിരീക്ഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സങ്കീർണമായ സ്ഥിതി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിനിടയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മളെല്ലാവരും ഓർക്കണം, ഇതൊരു യുദ്ധ സമാനമായ സാഹചര്യമാണ്. ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ധാരാളം നടപടിക്രമങ്ങൾ രണ്ട് രാജ്യങ്ങളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പല ഭാഗത്തും നിരന്തരമായി പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിനെതിരായി ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തി പ്രദേശത്ത് ഡോക്ടർ അനിൽകുമാർ, ഈ ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന കാഷ്വാലിറ്റീസ്, അതിനെക്കുറിച്ചൊന്നും പുറത്തൊരു വാർത്തയും വരുന്നില്ല. ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ അത് പാകിസ്ഥാനെ എത്രത്തോളം ബാധിച്ചു എന്നുള്ള കാര്യം ഒന്നും പുറത്തു വരുന്നില്ല. നമുക്കറിയാം, പല പാകിസ്ഥാൻ ഓൺലൈൻ മീഡിയകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. എന്തായിരിക്കാം പാകിസ്ഥാനിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എത്ര ആഴത്തിലുള്ളതായിരിക്കും? എന്താണ് താങ്കളുടെ ഒരു അനുമാനം? തീർച്ചയായിട്ടും നമ്മൾ അനുമാനിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ അവരുടെ സൈനികപരമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സ്ഥലങ്ങളിൽ ശക്തമായ ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സംവിധാനം തകർക്കുക, അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ലാഹോറിൽ തകർക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഇന്ത്യ അത് പൂർണ്ണമായി തകർത്തു എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാനും സ്ഥിരീകരിച്ച കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം അത്തരത്തിലുള്ളതാണ്. ഉദാഹരണം ഒന്ന് സങ്കല്പിച്ചു നോക്കും, നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകരാറിലായാൽ ഈ വരുന്ന എല്ലാ ഡ്രോണുകളും നമ്മളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറുകയും അത് നമുക്കുണ്ടാകുന്ന നാശനഷ്ടം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതുകൊണ്ട് അവരുടെ എയർ ഡിഫൻസ് സംവിധാനത്തെ തകരാറിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിനി
ശക്തമായി തിരിച്ചടിക്കുന്ന കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മിക്കവാറും ഉള്ള എല്ലാ സൈനിക കേന്ദ്രങ്ങളിലും എത്തത്തക്കവണ്ണം നമ്മൾ ഇതിനോടകം തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണം എന്ന് പറയുന്നത് ശരിയല്ല, കാരണം നമ്മൾ അവരെ ആക്രമിക്കുവാൻ വേണ്ടിയല്ല ചെയ്തത്. നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചാക്രമിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും അവരുടെ സൈന്യത്തിനോ അല്ലെങ്കിൽ സൈനികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതിന്റെ ഇൻസ്റ്റലേഷൻസിനും ഒക്കെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പാകിസ്ഥാൻ ഈ 2 ഫൈറ്റർ പ്ലെയിൻ നമ്മൾ ഡൗൺ ചെയ്തപ്പോൾ പോലും അല്ലെങ്കിൽ അവയെ വെടിവെച്ചിട്ട കാര്യം പോലും പാകിസ്ഥാൻ തുടക്കത്തിൽ അംഗീകരിച്ചിരുന്നില്ല. അവസാനം സ്ഥിരീകരിക്കുകയായിരുന്നു. ഒരെണ്ണത്തിന്റെ കാര്യം അവർ ഞെക്കി മൂളിയൊക്കെ സമ്മതിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. അത് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതേസമയം തന്നെ അവരുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യ ശക്തമായി തിരിച്ചടി കൊടുക്കും. അത് ചെയ്യുന്നുണ്ട്. അതിനുള്ള സൂചനകളാണ് ഇന്നലെ നമ്മുടെ സർക്കാർ തന്നെ പുറത്തുവിട്ടത്. എന്തായാലും ഇന്നും അത് നമ്മുടെ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസത്തെക്കാൾ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും സ്ഥിതിഗതികൾ സങ്കീർണമാണ്. നമ്മൾ കാത്തിരുന്ന് കാണണം. ഇപ്പോൾ അമേരിക്ക വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി 2 രാജ്യത്തിന്റെയും നേതാക്കന്മാരുമായി സംസാരിച്ചു കഴിഞ്ഞു. യുദ്ധം എസ്കലേറ്റ് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു സൂചന തന്നെയാണ് അന്തർദേശീയ രാജ്യങ്ങൾ പലതും അന്താരാഷ്ട്ര രംഗത്ത് നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇന്ത്യയോടും പാകിസ്ഥാനോടും ആവശ്യപ്പെടുന്നത്. പക്ഷേ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും സംയമനം പാലിക്കുകയും ഒരർത്ഥത്തിലും ആക്രമണം വ്യാപിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രാജ്യമല്ല. എന്നാൽ പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയെ നിർബന്ധപൂർവം കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ കെണിയിൽ വീഴാതിരിക്കുവാനാണ് ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നത്. അല്ലാതെ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ലാഞ്ഞിട്ടോ ചോദിക്കുവാൻ അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ല. കൃത്യമായ ആക്രമണവും കൃത്യമായ ശക്തമായ പോരാട്ടവും നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനെ തീർക്കുവാനുള്ള എല്ലാ സൈനിക ശേഷിയും ഇന്ത്യക്ക് ഉണ്ടെന്നിരിക്കെ ഇന്ത്യ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമായതുകൊണ്ടാണ്. പക്ഷേ കൂടുതൽ ക്ഷമയെ പരീക്ഷിച്ചാൽ ആ ഉത്തരവാദിത്വക്കേട് ഇന്ത്യ അങ്ങ് മറക്കും. ഇന്ത്യ തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി കൊടുക്കും. ഇപ്പോ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം, ഇനി ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ശക്തമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരു തരത്തിലും പുറപ്പിക്കാത്ത തരത്തിൽ കൃത്യമായി മറുപടി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ളത്. ഇന്ത്യ അത് ചെയ്യുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ അനിൽകുമാർ, ആഗോള ഭീകരവാദത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരാണല്ലോ പാകിസ്ഥാൻ. അമേരിക്ക വലിയൊരു അളവോളം പാകിസ്ഥാനെ ഉപയോഗിച്ചിട്ടുമുണ്ട് പല ഘട്ടങ്ങളിലായി. പക്ഷേ നരേന്ദ്രമോദിയുടെ ഭാരതത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിലപാടിൽ വെള്ളം ചേർക്കുന്നതായി തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരിക്കുന്നത്, അതായത് ഇരു രാഷ്ട്രങ്ങളും സുഹൃത്തുക്കളാണ് എന്ന രീതിയിലാണ്. അവിടെ അങ്ങനെ പാകിസ്ഥാനുമായി സമരസപ്പെട്ട് പോകാൻ ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാൻ പണ്ട് മുതലേ അവരുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമാണ്. ഇപ്പൊ നമ്മുടെ ശീതസമര കാലഘട്ടം മുതലെടുത്ത് നോക്കിയാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കൻ ചേരിയിൽ നിന്ന ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് അമേരിക്ക പോവുക എന്ന് പറഞ്ഞാൽ അതും അവരെ കൊണ്ട് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. എങ്കിൽ പോലും ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ഇപ്പൊ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഇക്കാര്യത്തിൽ പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തതായിട്ട് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ശരിയാണെങ്കിൽ IMF-ൽ നിന്നുള്ള സഹായം ഏതാണ്ട് ലഭ്യമാകുന്നു പാകിസ്ഥാൻ എന്നുള്ള സൂചനകൾ അതിന് തീരുമാനം എടുത്തിരിക്കുകയാണ്. $1 ബില്യൺ അല്ലേ? $1 ബില്യൺ കൊടുക്കാൻ ഒരു ധാരണയായിട്ടുണ്ട്. അതെ, ഈ വളരെ കടക്കണയിൽപ്പെട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തികപരമായി തകർന്നിരിക്കുന്ന ഒരു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വാർത്തയാണ്. സ്വാഭാവികമായും അമേരിക്കയുടെയൊക്കെ സഹായമില്ലാതെ ഇത്തരത്തിലുള്ള തീരുമാനം IMF എടുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ നിലപാടുകൾ ഇപ്പോ ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടുകൾ വെള്ളം ചേർക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതേസമയം തന്നെ പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നതിന് ഇന്ത്യക്ക് എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള അർത്ഥത്തിലുള്ള പ്രസ്താവനകൾ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൽ പിന്നോക്കം പോവുകയാണെന്ന് വേണ്ട, ഇന്ത്യ കൂടി സമ്മർദ്ദത്തിലാക്കുവാനുള്ള ഒരു തന്ത്രമായി മാത്രം കണ്ടാൽ മതി. കാരണം ഇപ്പൊ 2 രാജ്യങ്ങളോടും ഏതെങ്കിലും ഒരു രാജ്യത്തെ പിന്തുണച്ചപ്പോ ഇന്ത്യയെ പരിപൂർണമായി പിന്തുണച്ചാൽ ഇന്ത്യക്ക് ഇതൊരു ബ്ലാങ്ക് ചെക്ക് കിട്ടിയതുപോലെ ആകും എന്ന് അമേരിക്കയ്ക്ക് തോന്നിയിട്ടുണ്ടാവും.
പാകിസ്ഥാനെയും അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിൽ അവർ പരിഗണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ത്യയെ എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ നടപടി അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അത് ഇന്ത്യക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള, ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് രണ്ട് രാജ്യങ്ങളും എസ്കലേറ്റ് ചെയ്യണമെന്നും അതിലൊരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു തന്ത്രമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അതേസമയം ചൈന എനിക്ക് തോന്നുന്നു കുറേ കൂടി മെച്യൂർഡായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊരു കാരണവും ഞാൻ കാണുന്നു. നേരത്തെ താങ്കളുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ അക്കാര്യം പരാമർശിച്ചതുമാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അദ്ദേഹത്തിൻ്റെ ചൈനയിലെ കൗണ്ടർ പാർട്ടുമായി സംസാരിച്ചതിന് ശേഷമാണ് നേരത്തെ പാകിസ്ഥാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ചൈന ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയത്, അല്ലേ? തീർച്ചയായിട്ടും ആ പറഞ്ഞത് ശരിയാണ്. കാരണം ചൈന തുടക്കത്തിൽ വളരെ ആവേശപൂർവ്വം പാകിസ്ഥാനെ സഹായിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയ തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ചൈന ഇപ്പം നമ്മൾ അമേരിക്കയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തങ്ങളുടെ നിലപാടിൽ ഒരു വെള്ളം ചേർത്തുകൊണ്ട് ഒരല്പം സമരസപ്പെട്ട് മയപ്പെട്ട് വരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതായത് പിന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. തുർക്കി കൊടുത്തതുപോലെയുള്ള സഹായങ്ങളൊന്നും ഇക്കാര്യത്തിൽ ചൈന ഇപ്പോൾ നൽകിയതായിട്ട് നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. എന്നാൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ പല ചിത്രങ്ങളും അത് വഹിച്ചുകൊണ്ടുള്ള മീൻസ് അവരുടെ എയർപോർട്ടിൽ തുർക്കിയുടെ വിമാനം ലാൻഡ് ചെയ്ത ചിത്രങ്ങളും ഒക്കെ നമ്മുടെ സേനയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ചൈന ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരു കുറച്ചുകൂടി ഒരു സമരസപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഭയപ്പെട്ട ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അത് രണ്ട് രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കി ഒരു തീരുമാനത്തിൽ എത്തിക്കുവാൻ തന്നെയാണ് അന്തർദേശീയ രംഗത്തെ രാഷ്ട്രങ്ങൾ നോക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ എങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ആലോചിച്ചുറപ്പിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നുള്ളതാണ്. കാരണം ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നിലപാടുകൾ പലതും എടുത്ത് പരിശോധിച്ചാലോ, കുറച്ച് നമ്മൾ ഒരു ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ സൈന്യത്തിന്റെ എഫിഷ്യൻസിയെ പരിശോധിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അത് എത്രത്തോളം പോകും, എന്തൊക്കെ ആയുധങ്ങൾ അവർ ഉപയോഗിക്കും എന്നുള്ള ഒരു സംശയം, ഒരു പഠനം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും. ഇത് ഞാൻ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം ഇതിനേക്കാൾ പേലോഡ് വഹിക്കാൻ കഴിയുന്ന ആണവായുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോൺ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടെന്ന് ഇന്ത്യക്ക് വളരെ വ്യക്തമായി അറിയാം. അതുണ്ടായിട്ട് പോലും അത്തരം ഡ്രോണുകൾ ഉപയോഗിക്കാതെ സാധാരണ ഡ്രോണുകൾ അല്ലെങ്കിൽ വളരെ ശക്തി കുറഞ്ഞ ഡ്രോണുകൾ പാകിസ്ഥാൻ ധാരാളമായി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള കാരണം നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ ആയുധ ശേഖരത്തിൽ ഗണ്യമായി കുറവ് വരുത്തുന്നതിനും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ് മെക്കാനിസം പരിശോധിച്ചാൽ ഇന്ത്യക്ക് വളരെ വലിയ കനത്ത നഷ്ടം ഉണ്ടാക്കാനും വേണ്ടിയാണെന്ന് ഉള്ള ഒരു നിഗമനം, അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാര്യമാത്ര പ്രസക്തമായിട്ടാണ് ഈ പ്രശ്നത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു നിഗമനത്തിൽ എത്താൻ പാടില്ല. കാരണം അങ്ങനെ ഒരു രാജ്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപകടം ക്ഷണിച്ചു വരുത്തും. ഇന്ത്യൻ സേനയ്ക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകൾ വന്നാൽ ഉടനെ ചാടിക്കേറി തിരിച്ചടിക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ പക്കലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് ഉപയോഗിക്കുവാനൊന്നും ഇന്ത്യ ശ്രമിക്കാത്തത് നിൽക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും ഏതാണ്ട് അതേ നിലപാട് തന്നെ വരട്ടെ കാണട്ടെ എവിടം വരെ പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ പുലർത്തുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ശക്തമായ തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതകളും ഉടനെ ഉണ്ട്. അതൊരു പക്ഷേ പാകിസ്ഥാന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് തന്നെയാണ് കിട്ടുന്ന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ അനിൽകുമാർ, അതേസമയം ഈ സൗദി അറേബ്യ അതുപോലെ ഖത്തർ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന ഒരു പിന്തുണ സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇന്ന് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പാകിസ്ഥാൻ തീരുമാനിച്ചു അത് അവിടെ നടത്താൻ സാധിക്കില്ല, UAE-യിൽ നമുക്ക് നടത്താം എന്ന വലിയൊരു ആത്മവിശ്വാസം. പക്ഷേ UAE പാകിസ്ഥാൻ്റെ ആ ആവശ്യം നിരസിച്ചിരിക്കുന്നു, അല്ലേ? ഖത്തർ, സൗദി അറേബ്യ ഇവരുടെയൊക്കെ നിലപാടിലുള്ള മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്തെ ഒരു മികവ് തന്നെയാണ്. കാരണം നമ്മുടെ വിദേശ നയത്തിൽ ഇത്രയും നാളുമുള്ള ഒരു വിദേശ നയത്തിൽ നമ്മൾ കാതലായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സൗദി അറേബ്യയായിട്ടൊക്കെയുള്ള ബന്ധം മെച്ചപ്പെടുത്തിയത് നമ്മളെ പല കാര്യങ്ങളിലും വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല വാണിജ്യപരമായിട്ടും നമ്മുടെ ധാരാളം വ്യവസായികളും നമ്മുടെ മലയാളികളും ഉൾപ്പെടെയുള്ളവർ ധാരാളമായി നമ്മുടെ സൗദി ഇന്ത്യ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പം നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ തന്നെ വളരെ വളരെ വ്യക്തിപരമായ സൗഹൃദം പോലും അദ്ദേഹം
പുലർത്തുവാൻ ശ്രമിക്കുകയും വേണ്ടുന്ന തരത്തിലുള്ള സഹായങ്ങൾ പരസ്പരം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള ഉന്നത തലത്തിലുള്ള എക്സ്ചേഞ്ചുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ സമയത്ത് സ്വീകരിച്ച ചില നിലപാടുകൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിലും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇന്ത്യ പല സന്ദർഭങ്ങളിലും അനുഭാവപൂർവ്വമായി സ്വീകരിച്ചുള്ള പല നിലപാടുകൾ അതൊരുപക്ഷെ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് പോലും ഇത്തരം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യ ഇടപെടുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ സൗദി അറേബ്യയൊക്കെ ഇന്ത്യയുടെ പങ്കിനെ വളരെ മതിപ്പോടു കൂടിയാണ് കണ്ടത്. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് വളർന്നു വരുന്ന ലോകരംഗത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണെന്നും ആ രാജ്യവുമായി പ്രത്യേകിച്ച് എപ്പോഴും സമാധാനവും സന്തോഷവും പുരോഗതിയും ഒക്കെ ലക്ഷ്യം വെക്കുന്ന ഒരു രാജ്യവുമായിട്ടുള്ള സഹകരണം പരസ്പരം വളർച്ച കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുന്ന ഒരു വർണ്ണവർഗമാണ് സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ ഉള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇക്കാര്യത്തിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്നത്, നമ്മുടെ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുന്നതും. ഇക്കാര്യത്തിൽ ഏതാണ്ട് അവർ ഇന്ത്യക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും പൂർണ്ണമായ ഒരു പിന്തുണ ലഭിച്ചിട്ടുള്ളത് ഈ തുർക്കിയിൽ നിന്ന് മാത്രമാണ്. ബാക്കിയുള്ള ഒരു രാജ്യവും വ്യക്തമായി അസർബൈജാനെ പോലെയുള്ള ചില രാജ്യങ്ങളൊക്കെ പാകിസ്ഥാന് പിന്തുണ കൊടുത്തായിട്ട് പറയുന്നുണ്ടെങ്കിൽ കാര്യമാത്ര പ്രസക്തമായി ഏതെങ്കിലും അത്തരത്തിലുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ പിന്തുണ കൊടുത്തായിട്ട് അറിയില്ല. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ, അമേരിക്ക, പല ലോകത്തിലെ പ്രധാനപ്പെട്ട വൻ ശക്തികളെല്ലാം തന്നെ അത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പരിപൂർണമായ പിന്തുണ പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിലും അക്കാര്യത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മനംമാറ്റം അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നതായി പറയപ്പെടുന്നെങ്കിൽ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ലോകരാഷ്ട്രങ്ങൾ ഒരു രാഷ്ട്രവും പോലും ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന എസ്കലേറ്റ് ചെയ്യുന്നതിന് താല്പര്യമുള്ള രാജ്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, IMF-ൽ നിന്ന് വേറൊരു വ്യാഖ്യാനം കൂടി പുറത്തു വരുന്നുണ്ട്. IMF-ന് ഇപ്പോൾ പാകിസ്ഥാന് വളരെ വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് മറ്റ് ആയുധങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുവാനുള്ള ഒരു സോഴ്സായി മാറ്റും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് ചില രാജ്യങ്ങൾക്കായിരിക്കും അതിന്റെ ഗുണം കിട്ടുക എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് പാകിസ്ഥാനെ പ്രത്യക്ഷത്തിൽ പിണക്കിക്കൊണ്ടുപോകുവാൻ അവരും ആഗ്രഹിക്കുന്നില്ല. കാരണം കൊടുക്കുന്ന പൈസ തങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പുണ്ട് ഈ രൂപത്തിൽ. അത് മാത്രമല്ല, പിന്നീട് പലിശയോടെ പലിശയും ചേർത്ത് വാങ്ങാനും അവർക്കറിയാം എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനെ ഏതാണ്ട് ഒരു കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഒരു നയം തന്നെയാണ് IMF സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഒരിക്കലും പാകിസ്ഥാൻ ഇത്തരം സമ്പത്തുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഭ്യമാക്കുന്ന ഡെവലപ്മെന്റ് ഫണ്ടുകൾ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അവിടുത്തെ പാർലമെന്റിലും അതുപോലെ തന്നെ അമേരിക്കൻ കോൺഗ്രസിലും ഒക്കെ അവരുടെ പ്രതിനിധികളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈനിക മേധാവികളും അവിടുത്തെ ഭരണവർഗവും ഒക്കെ ഈ അവരുടെ പാർലമെന്റിൽ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ചർച്ചകൾ മുൻപ് നടത്തിയിട്ടുള്ളതാണ്. അവരുടെ തെറ്റ് അവർ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ്, സമ്മതിച്ചിട്ടുള്ളതാണ്. സഹായത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പല ഫണ്ടുകളും വകമാറ്റി അവര് സൈന്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചതായിട്ടുള്ള പല വാർത്തകളും അന്നേ നമുക്കറിയാവുന്നതാണ്.